നമസ്കാരം മക്കളെ, സുബർ സാറാണ്. നമ്മുടെ കീം റാങ്ക് ലിസ്റ്റ് എവിടെ? ഇതാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ചോദ്യം. ശരിയാണ്, അതിന്റെ റാങ്ക് ലിസ്റ്റ് വരേണ്ട സമയമൊക്കെ ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഉറപ്പായിട്ടും വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോൾ ഈ ആഴ്ചയായിട്ടും ഇത് എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് ഒരൊറ്റ കാര്യമാണ്, നമ്മുടെ സ്റ്റേറ്റ് കുട്ടികളുടെ മാർക്ക് സ്റ്റാൻഡർഡൈസേഷൻ മീൻസ് ഏകീകരണം കഴിയുമ്പോഴത്തേക്ക് ഒത്തിരി പിറകിലായിരുന്നു അവരുടെ റാങ്ക് ആവുന്നു. കഴിഞ്ഞ വർഷം അങ്ങനെയായിരുന്നു. ഈ വർഷം അതിന്റെ ആ പരിഹാരം മീൻസ് ആ പ്രശ്നത്തിനുള്ള പരിഹാരത്തിന് വേണ്ടി നമ്മുടെ ഗവൺമെന്റ് ഒരു 4 അംഗ സമിതിയെ രൂപീകരിച്ചിരുന്നു. അപ്പൊ അതിന് പ്രകാരം അത് IIT പ്രൊഫസേഴ്സ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അവരിപ്പോഴാണ് അത് ആക്റ്റീവ് ആയത്. ഇത്തിരി നേരത്തെ ആകാമായിരുന്നു. അതിപ്പോൾ പല നിർദ്ദേശങ്ങളും ഈ ഗവൺമെന്റിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്റ്റേറ്റ് കുട്ടികളുടെ മാർക്ക് കുറയാതിരിക്കാനും അവരുടെ റാങ്ക് പിറകിൽ പോകാതിരിക്കാനുമുള്ള ഒരു രീതി. അപ്പൊ അത് എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അതിന്റെ ഫയൽ ഇപ്പൊ എത്തിച്ചിട്ടുണ്ട്. ആ ഫയൽ ഇനി പഠിച്ച ശേഷം വേണം എനിക്ക് തോന്നുന്നു ആ റാങ്ക് ലിസ്റ്റ് വരാൻ. അത് ഉടൻ തന്നെ വരുമായിരിക്കാം. എന്നാലും നമുക്കൊരു ഉറപ്പ് ഇപ്പോഴും പറയാൻ പറ്റത്തില്ല എന്നുള്ളത് ഇന്നത്തെ ന്യൂസ് പേപ്പറിലുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി. മനോരമ ന്യൂസ് പേപ്പറിൽ ഏകദേശം അതിനെക്കുറിച്ചുള്ള എല്ലാ ന്യൂസുകളും കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഉടൻ തന്നെ ഉണ്ടാവും. എന്നാൽ ഇത്രയും ലേറ്റ് ആവുന്നത് കുട്ടികളുടെ പല കാര്യങ്ങളും മീൻസ് അഡ്മിഷൻസുകളെല്ലാം പല രീതികളിലും ഡൈവേർട്ട് ആവുന്നുണ്ട്. അതൊന്ന് പരിഹരിക്കണമെങ്കിൽ ഇത് ഉടൻ തന്നെ എത്തണം. കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ സ്റ്റേറ്റ് കുട്ടികളുടെ മാർക്ക് ഫുൾ മാർക്ക് കിട്ടുന്ന ഒരാൾക്ക് 27 മാർക്ക് വരെ കുറഞ്ഞാണ് വന്നത്. ആ 27 മാർക്ക് കുറയുന്നതോടുകൂടി അവരുടെ റാങ്ക് ഒത്തിരി പുറകിലോട്ട് പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറെ കുഴപ്പങ്ങൾ ഒന്ന് പരിഹരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. പക്ഷെ ഇത്ര ലേറ്റ് ആവുന്നതോടുകൂടി അതൊരു പ്രശ്നം തന്നെയാണ്, കുട്ടികൾക്ക് ഒത്തിരി ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ആഴ്ച മീൻസ് വരുന്ന ഒരാഴ്ചക്കുള്ളിൽ അത് കൃത്യമായിട്ട് പരിഹരിച്ച് റാങ്ക് ലിസ്റ്റ് പുറത്തു വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ടുള്ള കാര്യം സ്റ്റേറ്റ് കുട്ടികളുടെ സ്റ്റാൻഡർഡൈസേഷൻ നടത്തുമ്പോൾ നമ്മുടെ മറ്റുള്ള സിലബസുമായിട്ട് നോക്കുമ്പോൾ കുട്ടികളുടെ മാർക്ക് കുറയുന്നത് ഒന്ന് പരിഹരിക്കുക, അതാണ് ഉദ്ദേശം. എന്തായാലും നല്ല ഉദ്ദേശമാണ്, നടക്കട്ടെ. അപ്പോൾ എല്ലാവരും ഉടൻ തന്നെ അതിനുവേണ്ടി കാത്തിരിക്കുക. നമ്മുടെ ചാനലിൽ കൂടെ കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള എല്ലാ അപ്ഡേഷൻസും കിട്ടും. എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ.